ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ ഇതാണ് ചായ മഹേഷേട്ടൻ കുഞ്ഞ. അപ്പം ഞങ്ങൾ എല്ലാവരും മഹേഷേട്ടൻ്റെ വീട്ടിൽ പോവാം. ഇന്ന് അവിടെയാണ് നമുക്ക് സദ്യ. അപ്പോൾ എല്ലാവർക്കും ഇനി അവിടെ പോയിട്ട് ഞാൻ ബാക്കിയുള്ള വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് മഹേഷേട്ടൻ്റെ വീട്ടിലേക്ക്. ഹാപ്പി വിഷു. ഇങ്ങോട്ട് അതാണോ അതാണോ സെറ്റ്? ഇതല്ല അത് 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 ഇങ്ങോട്ട് വിളിച്ചിട്ടു അടുക്കള നാണോ കൊടുക്കുന്നത്. കുഞ്ഞോട്ടാ വിഷു. ഇത് മുത്തശ്ശൻ കൊടുക്ക്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കുഞ്ഞൻ ഇവിടെ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് തോരൻ, ക്യാബേജ് തോരനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെന്താ, ഇത് അവിയലാണ്. അവിയൽ ഇസ് റെഡി. ആൻഡ് ദെൻ മാങ്ങ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് ഞാൻ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ നിന്ന് വെന്ത് വരണം. അപ്പോൾ പായസം എൻ്റെ വകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പായസം ഇസ് ഗെറ്റിംഗ് റെഡി ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് പായസമാണ് വെച്ചിരിക്കുന്നത്? ഞാൻ ചൗവേരി പിന്നെ നമ്മുടെ സേമിയ ഇതൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ പായസം. അപ്പോൾ ഈ തിളച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറയ്ക്കുകയാണ്. ഒരു കയ്യിൽ ക്യാമറയും ഇതൊക്കെ ആയപ്പോഴത്തേക്കും തിളച്ച് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സദ്യ വിളമ്പം വെക്കാം. ഓക്കെ, വെയിറ്റ് ಮಾಡಿ. തിളച്ച് പൊങ്ങി ഇനി നന്നായി ഒന്നും കൂടെ ഈ സേമിയ എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആവണം. ഞാൻ ചൗവേരിയും ഇട്ടിട്ടുണ്ട് കുറച്ച്, ഒരു പേരിന്. ലാസ്റ്റ് പ്രോസസ്സിലാണ്. സോ ഞാൻ വറുത്തിട്ടു നമ്മുടെ പായസത്തിലേക്ക്. നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇസ് റെഡി ഗൈസ്. വാവ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഇനി ഒരു പപ്പടവും കൂടെ കാച്ചാൽ മതി. കഴിഞ്ഞു. ചേട്ടൻ ടേസ്റ്റ് ചെയ്യണം പായസം. നോക്കൂ, ഇതെന്തോന്ന് ഇതിങ്ങനെ ഊതുന്നത്? നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ വേറെ കഴിച്ചല്ലേ? നമ്മൾ കഴിച്ചു. എങ്ങനെ മധുരമൊക്കെ ഓക്കെ ആണോ? നന്നായിട്ടുണ്ട്. നമ്മൾ ഇലയൊക്കെ തുടച്ച് വെക്കുകയാണ്. ഇതൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല. ഇരിക്കുകയാണ്. നമ്മൾ വിഷുവിൻ്റെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറുണ്ട്, തോരൻ, അച്ചാർ, അവിയൽ, ഇതെല്ലാം കൂടെ നമ്മൾ പപ്പടം കൂടെ. നിങ്ങളൊക്കെ സദ്യ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ സദ്യ കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴാ പിന്നെ വിഷുവിന് പടക്കമില്ലാതെ എന്താ ആഘോഷമല്ലേ? അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നിട്ട് പടക്കം കൊടുക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ വെച്ച് ഇങ്ങനെ വിഷുവിന് പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് പടക്കം പൊടിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇനി അവിടേക്കൊന്ന് പോകും. അവർ കിടന്ന് പൊട്ടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ആ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ചീറ്റി പോയല്ലോടാ. ബിജ്ലിയാ, ബിജ്ലി പടക്കം കുഞ്ഞിന് ഇവിടെ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. അമ്മണി പിന്നെ ഈ പരിപാടിക്കൊന്നുമില്ല. പൊട്ടിച്ചോ? ഓ, അങ്ങനെ ഇവിടെ ഓരോരുത്തർ കുഞ്ഞിനിവിടെ ബിജ്ലി എടുത്തു കൊടുക്കുകയാണ്. അച്ചു പൊട്ടിക്കരുത്. ഇവനിങ്ങനെ നോക്കി അങ്ങനെ ഇവരിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. ഇവിടെയൊക്കെ മഴയുമാണ് ഗൈസ്. അമ്മേ, ലാസ്റ്റ് പേരൊക്കെയൊക്കെ കഴിക്കുകയാണ്. ഇനി മുളകൊക്കെ ഇട്ട്. ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ വീഡിയോ കോഡ് ഇത് എടുക്കാൻ നോക്കുമെങ്കിൽ കൈ എവിടോട്ടൊക്കെ പോകും. നല്ല രസമാണ്. അടിപൊളിയാക്കാം. നമ്മൾ ഉപ്പും
എന്താ പറയുക, മുളക് പൊടിയും കൂടെ മുക്കി തിന്നാൽ തൊണ്ടയ്ക്ക് പ്രശ്നം വരില്ല. മെയിനായിട്ട് പേരയ്ക്കാണ് നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപ്പും മുളകും ഇട്ട് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഒക്കെയാണ് നമ്മുടെ പൂത്തിരി. നമുക്ക് സേഫ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് പൂത്തിരി കത്തിച്ചാൽ മതി. അവിടെ വെട്ടുണ്ടോ? ഇതൊന്ന് അകത്തി പിടിച്ചോ. ആ അതാ എനിക്ക് വേണ്ടേ. നീട്ടി പിടിക്കും കുഞ്ഞാ, അടുത്തോട്ട് കൊണ്ടുവരണം. ആ അങ്ങനെ അച്യുത അവിടെ പിടിക്കുന്നത്. അത് ഇവിടെ അവസാനിപ്പിക്കുന്ന ഈ ഒരു മാലപ്പടക്കത്തിലാണ് അച്ചു പൊട്ടിക്കാൻ പോവാണ്. ആ പൊട്ടിക്കുക. നീ കൈ ഉണ്ടോ? താഴെ വെച്ചിട്ടല്ലേ? അതെ മുത്തശ്ശന് ഇവിടെ ധൈര്യം കൊടുക്കാണ്. ഒരെണ്ണം പൊട്ടും വിട്ടാ മതി അച്ചു. താഴെ നനവല്ലേ? ശ്രദ്ധിക്കുക, മുഖം കാണിക്കില്ല. നീങ്ങിക്കേ അകത്ത് നിന്നിട്ട് പിടിച്ചോ, അരി പിടിച്ചോ. കുഞ്ഞങ്ങോട്ട് വാ. എവിടെ തിരിന്നറിയോ നിനക്ക്? തിരിയിൽ തിരി നോക്കി കത്തിക്കണം അവിടെ. ആ പ്ലാസ്റ്റിക് കളഞ്ഞിട്ടുണ്ടായില്ലേ? ടൈം എടുക്കും. മുഖത്തിന്റെ അടി കൊണ്ടുവരല്ലേ? അങ്ങനെ അകത്തി പിടിച്ചേക്ക്. ആ നൂറിനാണത്. ഓ ഗൈസ്, നമ്മൾ മാലപ്പടക്കത്തിലൂടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കൂടെ ലാസ്റ്റ്. ഇപ്പം അച്ഛന് ധൈര്യം കൂടി. പൊട്ടിച്ചോ? ലാസ്റ്റ് പൊട്ടിച്ചോ? സാഹസികമായിട്ട് ചെയ്യുകയാണ്. ഫ്ലവർ പോട്ട്. അത് മറ്റേ സംഭവം കൊണ്ട് കത്തിച്ചാൽ പോരെ? സോ നമ്മളിതാ ഒരു ഫ്ലവർ പോട്ടും കൂടെ കത്തിക്കുകയാണ്. ഈ കുഞ്ഞാ ഇങ്ങോട്ട് വാ. മാലപ്പടക്കം കുഞ്ഞാ കം. നിന്റെ മേത്ത് വീണോ? അയ്യോ മുത്തശ്ശൻ നല്ലൊരു കമൻട്രിയാണ് കൊടുക്കുന്നത്. ധൈര്യം കൊടുത്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പണ്ട് ഭയങ്കര ഒരു വിദ്വാനായിരുന്നു അല്ലേ പടക്കം പൊട്ടിക്കുന്നതിൽ. അച്ഛനൊന്നും പേടിയില്ല. നിങ്ങൾക്ക് കാണാം, ഇദ്ദേഹമാണ് ഇവിടെ നിന്ന് നമുക്ക് കമൻട്രി തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിഷു ആഘോഷങ്ങൾ നമ്മൾ പോവാണ്. കുമാര് പടക്കം വിട്ടിട്ടില്ല. സ്ഥിരം പൊട്ടിക്കാന്ന് വിചാരം. കുഞ്ഞൂട്ടം പൊട്ടിക്കുവോ?
ഇതെങ്ങനെയാണ് ഇടയ്ക്ക് കിടന്നത്? അവരതേ പിടിച്ച് നിൽക്കുക. ലത്തിരിപ്പുത്തിരി മുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലത്തിരിപ്പുത്തിരി മുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ പറയൂ. ഫ്ലാറ്റ് സർഫേസ് വേണമെന്ന് തോന്നുന്നില്ലേ? പൊക്കി വീശി വീശി ക്ലോക്ക് വൈസ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വാ. ആ കറക്ക് 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 കറക്ക്. ആ ഒക്കെ ഫിനിഷ് ചെയ്തോ. റെഡ് കളറില്ല കുഞ്ഞാ. അങ്ങോട്ട് പോലെ ഓ ബേക്കിലേക്ക് പോലെ ഫ്രണ്ടിൽ പോ. ഫ്രണ്ടിലോട്ട് പോ. ഫ്രണ്ടിലോട്ട് പോ. കാറാണ് അവിടെ. ഫ്രണ്ടിലോട്ട് പോ. അങ്ങോട്ട് വെക്ക്. കഴിയാറല്ലേ? നോക്ക് എന്ത് രസമാണ്. നല്ല ഫാസ്റ്റ് വരട്ടെ. വാവ്. അപ്പോൾ നമ്മുടെ വിഷു എല്ലാം കഴിഞ്ഞു. ഇനിയും വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.